Assalamu alaikum warahmatullahi wabarakatuh. Hi friends, Garam Masala ഏവർക്കും സ്വാഗതം. ഹായ്, ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായ ഒരു നോമ്പ് തുറ പങ്കെടുക്കാൻ വേണ്ടി അബുദാബിയിലെ ഒരു മുസഫ ഷാപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഒരു മതപരമായ നോമ്പ് റിലേറ്റഡായ ഒരു ക്ലാസ് ഉണ്ട്. അതിനുശേഷം അതിന് സംബന്ധമായ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അംഗങ്ങൾക്കുള്ള നോമ്പ് തുറയുണ്ട്. അതിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഇതിനെ നമുക്കൊരു മാതൃകാ നോമ്പ് തുറ എന്ന് വേണമെങ്കിൽ പറയാം. ഈ നോമ്പ് തുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും ഒത്തുകൂടുക എന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ ഐറ്റംസ് കൊണ്ടാണ് നോമ്പ് തുറക്കുന്നത്. ഓരോരുത്തരും കുറേശ്ശെ വീതം വീട്ടിലുണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യാറ്. ഇന്നത്തെ ഇഫ്താറിന് വേണ്ടി ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് തരിക്കഞ്ഞിയാണ്. 50 പേർക്കുള്ള തരിക്കഞ്ഞിയാണിത്. അതുപോലെ തന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. മലബാർ സ്റ്റൈലിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയാണിത്. 20 പേർക്കുള്ള ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് തരിക്കഞ്ഞിയും മലബാർ കോഴിക്കറിയും റെഡിയാക്കാം. ചിക്കൻ കറിക്ക് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ സവാള ഇവയെല്ലാം ആദ്യം ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനൊരു ഫുഡ് പ്രോസസർ ഉപയോഗിച്ചാണ് ഇവയെല്ലാം ക്രഷ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 2 കിലോ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ 2 ബൾബ് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. 3-4 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ്, അതുപോലെ 5-8 പച്ചമുളക് ഇവയും എടുത്തിട്ടുണ്ട്. ഫുഡ് പ്രോസസർ ഉപയോഗിച്ച് ഇതിനെ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കാം. 10 ലിറ്ററിന്റെ പ്രഷർ കുക്കറാണിത്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് സ്പൈസസ് ആണ് ചേർക്കേണ്ടത്. ഏലക്ക, പട്ട, ഗ്രാമ്പു, പെരുംജീരകം, കുറച്ച് കറിവേപ്പില ഇവയാണ് ചേർക്കുന്നത്. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർക്കാം. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചോപ്പ് ചെയ്തെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറെ സമയമെടുക്കും. അതിനു പകരമായി ഫുഡ് പ്രോസസർ ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. മിക്സിയുടെ ജാറിലും ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലോട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി ഞാൻ ഈ പ്രഷർ കുക്കർ അടച്ചു വെക്കുകയാണ്. ഇനി ഇതിനെ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇളക്കി നിൽക്കുകയും വേണ്ട, ഇത് അടിയിൽ പിടിക്കുകയുമില്ല. നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണ കൊണ്ട് തന്നെ ഇത് വഴന്നു വരും. 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളിയെ ചോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ചിക്കനും കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ 850 ഗ്രാമിന്റെ 3 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകളാണ് ചേർക്കേണ്ടത്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1/2 കപ്പോളം കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. ഇത് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനെ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. അടുത്തതായി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിനാഗിരി ചേർക്കുകയാണെങ്കിൽ ചിക്കന്റെ പച്ചമണം ഉണ്ടാകില്ല. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം. ഇതിനെയും ഞാൻ 2 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. ഓവർ കുക്ക് ആക്കരുത്. ആ സമയം കൊണ്ട് നമുക്ക് തരിക്കഞ്ഞിക്ക് വേണ്ടിയുള്ള വെള്ളം തിളക്കാൻ വേണ്ടി വെക്കണം. 2 വിസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ മാറ്റി വെക്കാം. തരിക്കഞ്ഞിക്ക് വേണ്ടിയുള്ള വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റവ എടുക്കാം. റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്തതും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ റവയെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ചേർക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറേശ്ശെയായി ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കട്ട പിടിക്കും. 50 പേർക്കുള്ള ഈ തരിക്കഞ്ഞിക്ക് വേണ്ടി 2 കപ്പ് റവ മതി. തരിക്കഞ്ഞി അത്യാവശ്യം തിക്കുമായിരിക്കും. ഇത് വെള്ളത്തിലോട്ട് ഇടുന്നതിന്റെ കൂടെ തന്നെ കുക്കായി തുടങ്ങും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് വേണം റവ ചേർക്കാൻ. ഇതിന്റെ കൂടെ തന്നെ 4-5 ഏലക്ക കൂടെ റോസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുപോലെ 1.5 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പാലിനെ തിളപ്പിച്ചെടുക്കുക കൂടെ വേണം. നമ്മുടെ റവ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ ഒഴിക്കാം. പാലും ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ചു വരും. ഇപ്പൊ നമ്മുടെ റവ അത്യാവശ്യം ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പഞ്ചസാര ചേർക്കണം. ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കണം. തരിക്കഞ്ഞിക്ക് നല്ല മധുരം വേണം. ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കും. എങ്കിലും ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. കുറച്ച് പഞ്ചസാര ചേർത്ത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർക്കാം. ആദ്യം ഞാൻ 1 കപ്പാണ് ചേർത്തത്. അതിനുശേഷം വീണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല മധുരമുണ്ട് ഈ തരിക്കഞ്ഞി. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. പഞ്ചസാരയും തേങ്ങാപ്പാലും കൂടെ ചേർത്തപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഒന്നുകൂടെ ലൂസായി. ഇനി ഇത് ഒന്ന് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും. ഓരോരുത്തർക്കും ആവശ്യമുള്ള കുറുക്കത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തരിക്കഞ്ഞി തിളക്കരുത്. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തരിക്കഞ്ഞി റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നട്ട്സ് എല്ലാം ഫ്രൈ ചെയ്ത് ചേർക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർക്കണം. നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന്. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കുറച്ച് നട്ട്സും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സിനെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ചെറിയ ഉള്ളിയെ എണ്ണയിലോട്ട് ചേർക്കാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറമായി വരട്ടെ. അപ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് കൂടെ ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, ബദാം ഇവയാണ് ചേർത്തിട്ടുള്ളത്. നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ആവി പറക്കുന്ന നമ്മുടെ തരിക്കഞ്ഞിയാണിത്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർക്കാം. അടുത്തതായി ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏലക്കയെ പൊടിച്ച് ഇതിന്റെ മുകളിലായി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിനെ. ഈ തരിക്കഞ്ഞി തണുക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം. നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഈ വെസലിൽ തന്നെയാണ് ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നത്. ഇടയ്ക്കിടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ കറി നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം തിക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ പീസസ് എല്ലാം കുക്കായിട്ടുണ്ട്. ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്നുകൂടെ ഓൺ ചെയ്ത് വെക്കാം. ഇത് ഒന്നുകൂടെ ഒന്ന് തിളച്ചു വരട്ടെ. ആ സമയം കൊണ്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് പേസ്റ്റ് ആക്കി വെക്കണം. 10-20 കാഷ്യൂ നട്ട്സ് ഉണ്ട്. ഇത് നമ്മുടെ കറിയിലോട്ട് ഈ കാഷ്യൂ നട്ട്സ് പേസ്റ്റ് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒന്നുകൂടെ നമുക്കിതിനെ മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളക്കേണ്ട ആവശ്യമില്ല. ചെറുതായൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇതിന്റെ മുകളിലായി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, കുറച്ചധികം തന്നെ കറിവേപ്പില, 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇവ ചേർക്കണം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. തേങ്ങാപ്പാലിലോട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിനെ അടച്ചു വെക്കാം. 10-15 മിനിറ്റ് ഇത് അടച്ചു തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് തുറന്ന് ഒന്ന് മിക്സ് ചെയ്യാം. 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ കറിയെ തുറക്കുന്നത്. നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒഴിച്ച തേങ്ങാപ്പാൽ കൂടെ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ മലബാർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. ഈ കുക്കറോട് കൂടെ തന്നെയാണ് ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഡിഷസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇഫ്താർ പാർട്ടിക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാതൃക നോമ്പ് തുറയാണ് അവിടെ. 1-2 സ്പീച്ചുകൾ ഉണ്ടായിരിക്കും. അതിനുശേഷം ക്വിസ് കോമ്പറ്റീഷൻ, അതിനുശേഷം നോമ്പ് തുറയും.
സക്കാത്തിന്റെ ഒന്നാമത്തെ അർത്ഥം പ്യൂരിഫിക്കേഷനാണ്. രണ്ട് തരത്തിലുള്ള പ്യൂരിഫിക്കേഷൻ ഉണ്ട് ഹൃദയത്തിന്റെ. സക്കാത്ത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ പണം നമ്മൾ എന്ത് ചെയ്യണം? യാതൊരു മടിയും കൂടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സക്കാത്ത് അങ്ങനെ കൊടുക്കുന്നത്. സക്കാത്ത് ഒരു വളരെ ചാരിറ്റി അല്ല, നമ്മുടെ സത്യത്വ പ്രകാരം ചാരിറ്റി അല്ല. എന്തുകൊണ്ട് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله رضيت بالله ربا وبمحمد رسولا وبالإسلام دينا غفر له ذنبه. الله أكبر وثبت الأجر إن شاء الله. ഇന്നത്തെ നോമ്പുതുറയിലെ ക്വിസ് കോമ്പറ്റീഷനിൽ അപ്രതീക്ഷിതമായോ അതോ ഭാഗ്യവശാലോ വിജയിച്ചിരിക്കുന്നത് ഗരം മസാല തന്നെയാണ്. അതിനുള്ള ഗിഫ്റ്റ് കൈമാറുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.